ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലെ 2023 നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അന്ന് ആ കൊല്ലം 10-14 മാർക്കുള്ള ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം വേണമെങ്കിൽ അങ്ങനെ ഒരു സ്കീം വേണമെങ്കിൽ ഉണ്ടാകാം. ഓക്കെ, നമുക്ക് ഈ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നാമത്തെ ചോദ്യം വളരെ ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സ് സം കാണാനുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനൊരു ഫോർമുലയുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് സം കാണാൻ n × n+1/2. n 20, n plus 1, 20 plus 1, that is 21/2, 210 കിട്ടും. ഇനി ഈ ഒരു ഫോർമുല ഓർമ്മയിൽ വരാത്തൊരു കുട്ടി എന്ത് ചെയ്യുക, 1 തൊട്ട് 20 വരെ ഉള്ളത് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്ത് നോക്കിയാലും ഈ ആൻസർ തന്നെ കിട്ടും. അപ്പോഴും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളതിൻ്റെ ഒരു സം കാണാനുള്ള ഒരു അരിത്മെറ്റിക്സ് വന്നതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും ആ വീഡിയോ കാണാം, എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്നുള്ളത് ഇതിലുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയക്കുക. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് 10th എക്സാമിൻ്റെയാണ് പറയുന്നതെങ്കിലും +1 CBSEക്കും സ്റ്റേറ്റുകാർക്കും 10th CBSEക്കും ഒക്കെ ഈ പറയുന്ന പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ICSEക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ്. അതിന് മുമ്പ് അത് മൂന്നാമത്തെയാണ്. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. തീർച്ചയായിട്ടും ഒരു ചോദ്യം നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം 5 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. 9 - 5 or 13 - 9, that's 4. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഇക്വേഷൻ ഇതാണ്, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. xn = dn + f - d. xn = dn + f - d. അപ്പോൾ d കോമൺ ഡിഫറൻസ് 4 ആണ്. n × n പ്ലസ് ഫസ്റ്റ് ടൈം 5 ആണ്, d4 ആണ്. 5 - 4n + 1. ഇതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇനി മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 20 ടേംസ് ഉള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഒന്ന് കാണാം. x20 എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് 20 ടേംസിന്റെ സം ആണ് കാണുന്നത്. അപ്പൊ സം കാണണമെങ്കിൽ നമുക്കുള്ള ഫോർമുല എന്ന് പറയുന്നത് Sn = n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്നുള്ളതാണ്. അതുപോലെ തന്നെ Sn = n/2 × 2a + n - 1 × d എന്നൊരു ഫോർമുലയുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടൈം ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ലാസ്റ്റ് ടേം, അതായത് x20 ആണ്, 20 ടേംസിന്റെയാണ് കാണുന്നത്. x20 പറഞ്ഞത് x20 = a + 19d. നമ്മൾ കഴിഞ്ഞ കണക്കിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20th ടേം കാണുന്നത് ഫസ്റ്റ് ടൈമിന്റെ ഒപ്പം 19 × കോമൺ ഡിഫറൻസ്. അപ്പോൾ 20 ആയതുകൊണ്ടാണ് x20 = a + 19d. അപ്പോൾ 5 ഫസ്റ്റ് ടൈം 5 ആണ്, 19 കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 5 + 19 × 4, 19 × 4 76 ആണ്. 14 × 4 40, 9 × 36. അപ്പോൾ 5 + 76, that's 81. ഇനി നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. Sn = n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അപ്പോൾ സം നമുക്ക് 20 ടേമിന്റെ സം ആണ് കാണുന്നത്, that is S20. അതായത് സം ഓഫ് 20 ടേംസ് = n/2. n എന്ന് പറയുന്നത് 20 ആണ്. 20/2 × ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അതുപോലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 20th ടേം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20/2 × ഫസ്റ്റ് ടൈം 5 പ്ലസ് ലാസ്റ്റ് ടൈം, അതായത് 20th ടൈം നമ്മൾ കണ്ടുപിടിച്ചത് 81. ദാറ്റ് ഈസ് 20/2 × 5 + 81. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നത്? നിങ്ങൾക്കറിയാം 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 86, ദാറ്റ് ഈസ് 860. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്. നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നീഡി ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അല്ലെങ്കിൽ 10ാം ക്ലാസ് SLC എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളുടെ എല്ലാവരുടെ പാരൻസിൻ്റെ വാട്സപ്പിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ല മിടുക്കരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ.